അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ആയി പോയ കുറേ ശീലങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കില്ല, അതെങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കില്ല, അതിന് ലാഘവത്തോടെ അങ്ങനെ പോകും. ഇതുപോലത്തെ ഒരു കാര്യമാണ് ഈ പേരോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴുകണം. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്ന സമയത്ത് നമ്മുടെ 90% ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ തൊട്ട് മുമ്പ് നടന്ന എന്തെങ്കിലും തർക്കം അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളോ ടി വിയിൽ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ, അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ ഓട്ടോമേറ്റഡ് ഹാബിറ്റ്സുകളൊക്കെ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുന്ന ടൂളുകളാണെന്ന് ഞാൻ വാദിക്കുന്നത്. ഈ പേര് വന്ന് അങ്ങനെ തന്നെയാണ്, മൈൻഡ്ഫുൾ ഡിഷ് വാഷിംഗ്. അതായത് മെഡിറ്റേഷൻ കൊണ്ട് കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കാര്യം മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് ഒരു കാര്യത്തിലേക്ക് വേണ്ടി നമ്മൾ ക്ലീൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ഒരു പ്രാക്ടീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് തരാം മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് നമ്മൾ പാത്രം കഴുകാതിരിക്കുന്ന സമയത്ത് ആദ്യം പോയിട്ട് പാത്രം എടുത്ത് പോയി പൈപ്പ് തുറക്കുക. അപ്പോൾ ഈ വെള്ളം വീഴുമ്പോൾ പാത്രത്തിൽ നിന്ന് നമ്മൾ കൈ തേക്കുമ്പോൾ ആദ്യം ഒന്ന് ക്ലീൻ ആവും. അതിനുശേഷം നമ്മുടെ ഈ കയ്യിലേക്ക് മറ്റേ വെള്ളം വീഴുമ്പോൾ അത് ഫീൽ ചെയ്യുക. പിന്നെ സോപ്പിൻ്റെ പത വയ്ക്കുമ്പോൾ ആ സോപ്പിൻ്റെ പതയുടെ ബ്യൂട്ടി അത് കഴിഞ്ഞ് വീണ്ടും വെള്ളമാക്കുമ്പോൾ അത് ക്ലീനായിട്ട് വരും. എന്നിട്ട് പാത്രം ക്ലീനായി കിട്ടുമ്പോൾ പാത്രത്തിൽ നോക്കി കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു ഹാപ്പിനെസ്. ഇതൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യുക.